ഞാൻ മെമ്പർ പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ. സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നതിന് മുമ്പ് സൈബീരിയയിലെ ഷുഷൻസ്കോയ് ഗ്രാമത്തിലെ പൈൻമരക്കൂട്ടങ്ങളുടെ കായകൾ ശേഖരിക്കാൻ സമീപ ദേശങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ എത്തിച്ചേരുക പതിവായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട കാലത്ത് ലോകപ്രശസ്ത വിപ്ലവകാരിയും ഒക്ടോബർ വിപ്ലവത്തിന്റെ അമരക്കാരനുമായിരുന്ന സാക്ഷാൽ VI ലെനിൻ എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്നത് ആ പൈൻമരക്കൂട്ടങ്ങളുടെ ചുവട്ടിൽ വെച്ചായിരുന്നുവെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. VI ലെനിന്റെ സ്മരണ നിലനിർത്തുന്നതിനുള്ള ഏറ്റവും ലളിതവും അങ്ങേയറ്റം ഹൃദ്യവുമായ ഒരു മാർഗമായിട്ടാണ് സൈബീരിയയ്ക്ക് ചുറ്റുമുള്ള റഷ്യക്കാർ ലെനിൻ ഇരുന്നിരുന്ന പൈൻമരക്കൂട്ടത്തിനരികിലേക്ക് വരികയും അവയുടെ കായകൾ ശേഖരിച്ചു കൊണ്ടുപോയി സ്വന്തം വീട്ടുവളപ്പിൽ നട്ടുവളർത്തുകയും ചെയ്തിരുന്നത്. നാടുകടത്തലിന് ശിക്ഷിക്കപ്പെട്ട് സൈബീരിയയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ലെനിൻ ഫിൻലൻഡുകാരനായ ഓസ്കാർ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുമായി പരിചയത്തിലായി. ഒരു പണിമുടക്ക് സമരത്തെ തുടർന്ന് പോലീസുകാരുമായി ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിനെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട സൈബീരിയയിൽ എത്തപ്പെട്ടതായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഫിൻലൻഡിൽ നിന്ന് റഷ്യയിലേക്ക് കുടിയേറിയ അയാൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കേവലം 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഓസ്കാർ VI ലെനിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കാൻ വളരെ താല്പര്യപ്പെട്ടുവെങ്കിലും ഏതോ ഒരു വിഷാദാവസ്ഥ കീഴ്പ്പെട്ടതുപോലെ സദാസമയവും വിഷണ്ണനായിരിക്കുന്നതായി ലെനിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഫാക്ടറിയിൽ ലെയ്ത്ത് പണികളിലും ആഭരണ നിർമ്മാണ കലയിലും അതിവിദഗ്ധനായ ഒരു തൊഴിലാളിയായിരുന്നു ഓസ്കാർ. സൈബീരിയയിൽ എത്തപ്പെട്ടതോടെ അയാൾക്ക് വേലയും കൂലിയും ഇല്ലാതായി. കാരണം വളരെ അവികസിതമായ സൈബീരിയയിൽ ഫാക്ടറികളോ ലെയ്ത്തുകളോ പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ ധാരാളം ഇടത്തരം പ്രഭുക്കന്മാരും കച്ചവടക്കാരും താമസിച്ചിരുന്ന സൈബീരിയയിൽ സ്വർണ്ണാഭരണങ്ങൾക്കും വെള്ളിയാഭരണങ്ങൾക്കും ഏറെ നിർമ്മാണ സാധ്യതയുണ്ടെന്ന് ആ ചെറുപ്പക്കാരന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ലോഹങ്ങൾ അടിച്ചു പരത്തിയ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന അടകല്ലും അനുബന്ധ സാമഗ്രികളും ഇല്ലാതെ വിഷമിക്കുന്ന തനിക്ക് ജോലിയില്ലാത്ത കാരണം തന്റെ ശരീരം തുരുമ്പിച്ച് നശിക്കുകയാണെന്നും അക്കാരണത്താലാണ് താൻ വിഷാദ ചിന്തകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നതെന്നും ഓസ്കാർ ലെനിനോട് തുറന്നു പറഞ്ഞു. വർത്തമാനങ്ങൾക്ക് ശേഷം ലെനിനും ഓസ്കാറും രണ്ടു വഴിക്കായി അവരുടെ പാർപ്പിടങ്ങളിലേക്ക് തിരിച്ചുപോയി. 2-3 ആഴ്ചകൾ അവർ പരസ്പരം കണ്ടതേയില്ല. ഒരു ദിവസം കാലത്ത് തന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഓസ്കാർ. അയാളുടെ മുമ്പിൽ ഒരു കുതിരവണ്ടി വന്നു എന്നു. അതിൽ നിന്ന് ലെനിന്റെ സന്തത സഹചാരിയും പ്രതിശ്രുത വധുവുമായിരുന്ന നദേഷ്ക ക്രൂപ്സ്കയും അവരുടെ അമ്മയും പുറത്തിറങ്ങി. അവർ ഓസ്കാറിന് ലെനിൻ കൊടുത്തയച്ച നല്ല ഭാരമുള്ള ഒരു സമ്മാനപ്പൊതി നൽകിയ ശേഷം തിരിച്ചുപോയി. സമ്മാനപ്പൊതി തുറന്നു നോക്കിയ ഓസ്കാർ സന്തോഷം കൊണ്ട് കുറെ നേരം നിർനിമേഷനായി നിന്നു. പിന്നെ അയാൾ വിതുമ്പിക്കരഞ്ഞു. ഓസ്കാർ ഏറെ ആഗ്രഹിച്ചിരുന്ന ആഭരണ പണി തുടങ്ങാൻ ആവശ്യമായ അണ്ടകല്ലും അനുബന്ധ ഉപകരണങ്ങളുമായിരുന്നു ലെനിൻ കൊടുത്തയച്ച സമ്മാനപ്പൊതിയിൽ ഉണ്ടായിരുന്നത്. 4500 മൈൽ ദൂരത്ത് നിന്നാണ് നിരവധി വണ്ടികൾ മാറി മാറി കയറി വളരെയേറെ വിഷമിച്ചുകൊണ്ടാണ് ലെനിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധുവും അമ്മയും ചേർന്ന് സൈബീരിയയിലുള്ള ഓസ്കാറിന്റെ പക്കൽ ആ സമ്മാനപ്പൊതി എത്തിക്കുന്നത്. പ്രതിജ്ഞാനിർഭരനായ ഓസ്കാർ അദ്ദേഹത്തിന്റെ കാലിയായ പോക്കറ്റിൽ അവശേഷിച്ചിരുന്ന ഒരു 5 കോപ്പക്കിന്റെ ചെമ്പ് നാണയം അടിച്ചു പരത്തി ലെനിനും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധു നദേഷ്ക ക്രൂസ്കയ്ക്കും നൽകിയ ചെമ്പിൻ ചുവപ്പാർന്ന 2 മോതിരങ്ങൾ ഇപ്പോഴും മോസ്കോവിലുള്ള ലെനിൻ മ്യൂസിയത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മാത്രമല്ല മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഈ കഥയിൽ നിന്നും ചിലത് പഠിക്കാനുണ്ടെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്നേഹപൂർവ്വം മെമ്പർ പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ.